ത്രിയേക ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഏലിയാമ്മ. ഞാൻ തിരുവനന്തപുരം ജില്ല ചിറയൻകീഴ് താഴമ്പള്ളി ഇടവയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അനുജത്തിയാണ്. ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 13 വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കുഞ്ഞിനെ ലഭിച്ചത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പണം ചിലവാക്കിയിരുന്നു. അവർ വിദേശത്തായിരുന്നു. വിദേശത്ത് അവർ സമ്പാദ്യം മുഴുവൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കളഞ്ഞു. അതിനുശേഷം 2018 ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. 2019 ജൂൺ 14 ഈ മകളെ ലഭിച്ചു. ഇത് പരിശുദ്ധമ്മയുടെ മകളാണ്. അമ്മ തന്ന കുഞ്ഞാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചു പോയി. കാരണം അവരിവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് വന്നത്. കുട്ടിക്ക് ചെറിയ പ്രയാസങ്ങളുണ്ട്. സംസാരിക്കാനായിട്ട് ഒരുപാട് പ്രയാസമായിരുന്നു. ഇപ്പോഴൊക്കെയാണ് അല്പം കുറേയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ അവന് എപ്പിലെപ്സി വരുമായിരുന്നു അവൾക്ക്. അപ്പം എറണാകുളത്ത് ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലാണ്. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞങ്ങളുടെ ഈ കൊച്ചുമകൾക്ക് വേണ്ടി യാചിക്കുന്നു. അടുത്ത സാക്ഷ്യം എൻ്റെ മകന് വേണ്ടിയാണ്. ഇളയ മകൻ പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് 2 വിഷയം കിട്ടാനുണ്ടായിരുന്നു. ഈ 2 വിഷയം 2 പ്രാവശ്യം എഴുതിയിട്ടും അവൻ പാസ്സായില്ല. ആ സമയത്തും ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ ഈ 2 വിഷയം എഴുതിയെടുക്കാൻ എൻ്റെ മകനെ സഹായിച്ചു. മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഒരു അനിയത്തിയുടെ മകൻ നിഖിൽ എന്ന് പറയുന്ന മകന് വേണ്ടിയാണ്. മകൻ ബിടെക് കഴിഞ്ഞിട്ട് കുറച്ച് വിഷയങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ 2 വർഷം വീട്ടിൽ വെറുതെ ഇരുന്ന് കുറേ മാനസികമായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മകൻ അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ അനിയത്തിൻ്റെ മകൻ്റെ നെറ്റിയിലും 2 കൈയിലും 2 കാലിലും ഞാൻ ഇട്ട് കൊടുത്തു. ഈ മകൻ പുറത്തു പോകാനോ ഒരാവശ്യത്തിന് എവിടെയെങ്കിലും പോയി സഹകരിക്കാൻ മകന് താല്പര്യമില്ലാത്ത മകനായിരുന്നു. അതിനുശേഷം വീട്ടിൽ അവൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മിക്ക് എന്താണ് ആവശ്യമുള്ളത് ഞാനെല്ലാം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഓൺലൈൻ വഴി 6000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പം പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട് മകൻ. 4ാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് കായൽ തീരത്ത് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അത് ബോട്ട് പോകുമ്പോൾ മണ്ണിടിഞ്ഞ് പോകുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ബൗണ്ടറി കെട്ടിയപ്പോൾ ഒരു വാടകയ്ക്ക് ഒരാൾ വന്ന് ബോട്ടിട്ട് ഫിഷിങ്ങിന് വേണ്ടി ഞങ്ങളത് കൊടുത്തു. അതിന് മുമ്പേ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ സ്ഥലത്തിന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ബോട്ട് അവിടെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ കുറേ തടസ്സങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ സാധിച്ചു തന്നു. എല്ലാ തടസ്സങ്ങളും നീക്കി ഇപ്പോൾ ഞങ്ങളവിടെ ബോട്ട് മത്സ്യബന്ധനത്തിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതും അമ്മ സാധിച്ചു തന്നു. അമ്മയുടെ വലിയ അനുഗ്രഹം തന്നെയാണ്. പിന്നെ പ്രേക്ഷിത വേല ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പലയിടത്തും ഞങ്ങൾ പള്ളികളിലും ഹൈന്ദവരുടെ വീടുകളിലൊക്കെ കൊണ്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ചിലർ വിശ്വാസത്തോടെ വാങ്ങിക്കും, ചിലർ പറയും വേണ്ടാന്ന് പറയും. ചിലർ പറയും ഈ മാസത്തെ പത്രം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വളരെ വിശ്വാസത്തോടെയാണ് വാങ്ങിക്കുന്നത്. ഉടമ്പടി തൈലം എനിക്ക് ഒത്തിരി ഉപയോഗം ഉണ്ടായി. ഉടമ്പടി ഉപ്പും ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഉടമ്പടി തുപ്പ് പല തടസ്സങ്ങൾക്കും എനിക്ക് മാറ്റി തന്നു. അടുത്തത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു.